പറയാതെ വയ്യ, പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് പറയാം കേട്ടോ. നിങ്ങളുടെ ഉമ്മ തീർച്ചയായിട്ടും നിങ്ങളെ ഉമ്മയാണ്, നിങ്ങളെ മാത്രം ഉമ്മയാണ്. ഞാൻ പറയുന്നത്, ഭർത്താവ് മരിച്ചിട്ട് 10-17 വർഷം അല്ലെ 20 വർഷം മക്കൾക്ക് വേണ്ടി വേറെ വിവാഹം കഴിക്കാണ്ട് അവരെ വളർത്തി വലുതാക്കിയ ചില ഉമ്മമാരുണ്ട്. അവരുടെ കാര്യമാണ് ഈ മക്കൾ വലുതായിട്ട് അവരൊരു വൈക്കായിട്ട് നമുക്കൊരു കല്യാണം കഴിക്കാം എന്ന് അവരുടെ മനസ്സിലുണ്ടാവും. കല്യാണമേ വേണ്ടാന്ന് വെച്ചതല്ല, നിങ്ങൾക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചാൽ വരുന്ന ആൾ നിങ്ങളെ നോക്കിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞൊരു കെട്ടുകഥയോ ഇതൊന്നും അല്ല. ഈ കല്യാണ ഫീൽഡിൽ വന്നപ്പോൾ ഇന്നും കൂടെ എൻ്റെ മക്കൾ സമ്മതിക്കില്ല, മക്കളറിയാണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ വയ്യുണ്ടോ. ഞാൻ പറയാം എൻ്റെ ഉമ്മ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പോയി. ഒരു 58 വയസ്സുള്ള എത്തിയാൽ വിളിച്ചത്, 58-60 അടുത്തുള്ള മക്കളറിയാതെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന്. എങ്ങനെയാണ് സാധിക്കുക? അല്ലേ വേണ്ടല്ലേ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിഷമത്തിൽ ഇറങ്ങി വെച്ച്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ നിങ്ങൾ പിന്നെ ഓർക്ക് 58-60 വയസ്സൊക്കെ ആയില്ല, ഇനി അവർക്ക് അങ്ങനെ കല്യാണത്തിനോട് അങ്ങനെ നിങ്ങൾ വിധി എഴുതരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഒരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു ഉമ്മ, നിങ്ങൾക്ക് ഓരോട് ഉമ്മ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തി തരും. അവരോടും ചോദിച്ചു നോക്കി. ഇല്ല എന്ന് പറയുന്ന പോലെ ആണെങ്കിൽ വിട്ടേക്ക്. ചിലപ്പോൾ ഇങ്ങോട്ട് പറയാൻ ആദ്യമൊക്കെ ഒരു മടി ഉണ്ടാവും, ഭാര്യമാരെ കൊണ്ട് ചോദിപ്പിക്കുക. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സമ്മതം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള അതേ അതിന് പ്രായത്തിനനുസരിച്ചുള്ള ഒരാളങ്ങ് ആയിക്കൊടുത്താൽ അവർ സുഖം ദുഃഖങ്ങളും സംസാരിച്ച് ഒറ്റപ്പെടലിന് 10 മക്കൾ ചുറ്റും ഇരുന്ന് കഥ പറഞ്ഞാലും ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത് കുറേ ആളുണ്ടാവുക എന്നുള്ളതല്ല. അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും അവരുടെ കൂടെ ഒരു കൈപിടിച്ച്, അത് മക്കൾ കൈപിടിക്കുന്നതും ഭർത്താവ് കൈപിടിക്കുന്നതും വേറെ. അതൊക്കെ നമുക്കെല്ലാവർക്കും അറിഞ്ഞൂടാ, ഒന്നും അറിയാത്തവരൊന്നല്ലല്ലോ നമ്മളാരും. പിന്നെ ഏത് രീതിയിലാണെങ്കിലും ഓൽക്കൊരു ഭർത്താവ് ഒരു തുണ ഇണന്നൊക്കെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതൊരു വലിയ പരാജയമാണ്. ഇത് ഞാൻ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം എനിക്കിങ്ങനെ പിന്നെ ചില മക്കൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഉമ്മാക്ക് ഉപ്പാക്ക് പറ്റിയ ആളുണ്ട്, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഞാൻ ഈ ഒരു വിഷയം പറയാം. വലിയൊരു മോശമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ട് അവസാനം അവർക്ക് പിന്നെ ഇനിയൊന്നും ആവാമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ ജീവനോടുള്ളവർ നടക്കുമല്ലോ, നമ്മളെ കുടുംബത്തിൻ്റെ മാനടിഞ്ഞു പോവുക, അല്ലെങ്കിൽ എൻ്റെ ഭാര്യേൻ്റെ വീട്ടുകാരെന്ന് വിചാരിക്കും. എൻ്റെ ഉമ്മ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്നു വിചാരിച്ചിട്ട് എൻ്റെ ഭാര്യ വീട്ടുകാരെ മുമ്പിൽ ഈ ഭാര്യ വീട്ടുകാരൊക്കെ ഉണ്ടായതപ്പാ ഇപ്പം അല്ലേ നിങ്ങളെ വളർത്തി വലുതാക്കി നല്ലൊരു പ്രൊഫഷനും കാര്യമൊക്കെ വേണ്ടി അല്ലേ അന്നേരം കല്യാണം കഴിച്ച്. പലരും പറയും മോനെ അന്നേരം കല്യാണം കഴിച്ചാൽ മതിയേനു, ഇപ്പോൾ പിന്നെ ഇവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇവർക്ക് നമ്മളൊരു വിലയുമില്ല. അങ്ങനെയുള്ളൊരു വേറെ സൈഡിൽ ഇതാണ് സംഭവം. ഇനി എനിക്ക് പറയാനുള്ളത്, ഭർത്താക്കന്മാർ മരിച്ചിട്ട് മക്കളൊക്കെ ഉള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ വിവാഹം ചെയ്തിട്ട് ആ മകനെയും നോക്കണം. ഭർത്താവിനോട് പറയാം മകന് നല്ല സ്വന്തം മകനെ പോലെ നോക്കണം, അങ്ങനെയുള്ളവരെ കെട്ടിയാൽ മതി. പക്ഷെ നിങ്ങൾ വിവാഹം ചെയ്യാണ്ട് മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ അവസാനം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നെ ഇപ്പോൾ വിളിക്കുന്ന ഉമ്മമാർക്ക് സംഭവിച്ചത് തന്നെയാണ്. 100-ൽ 1-2 ആളുണ്ടാവും ആ ഉമ്മാൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ട് കട്ടൊക്കെ കൂടെ വെക്കുന്നതല്ലേ വേറെ വിവാഹം പോലെ ഒരു സ്ഥാനത്തെത്തിയാണ് നടത്തി കൊടുക്കുന്നത്. ബാക്കി എല്ലാവരും സെൽഫിഷ് തന്നെയാണ്, എല്ലാവരും നല്ല അച്ഛര് സെൽഫിഷാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് മരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിച്ച ഉമ്മമാരുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കണം, ഉമ്മ നിങ്ങൾക്കൊരു വിവാഹം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നടത്തത്തെ. അതൊരിക്കൊരു മാനക്കേടും നാണക്കേടൊന്നും അല്ല. ഇസ്ലാമിൽ വയസ്സൊന്നും ഇല്ലല്ലോ, വിവാഹം ചെയ്യുന്നതിന് വയസ്സുണ്ടോ? ഇല്ലല്ലോ. എത്ര വയസ്സുണ്ടെങ്കിലും ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സംഭവം ആവശ്യമാണല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളവരെ കല്യാണം നടത്തി കൊടുത്താലുണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലാണ്ട് നിങ്ങളെ സമ്മതം ഇല്ലാണ്ട് ഓലിക്ക് അതിനുള്ള ധൈര്യം ഇനി ഓലിക്ക് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ആണുങ്ങൾ ഉപ്പമാർ കല്യാണം കഴിക്കും, മക്കളെ സമ്മതം ഇല്ലെങ്കിലും വിഷയമല്ലാന്ന് തന്നെ. പക്ഷെ ഉമ്മമാരുടെ അവസ്ഥ അതല്ല. നിങ്ങളെ സമ്മതം ഇല്ലാണ്ട് ഓല എങ്ങനെ കിട്ടും? അപ്പോൾ കെട്ടിയാൽ നിങ്ങൾ പോയിട്ട് ഇതാക്കൂലേ, ഉപ്പാനെ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല, അടിക്കൂല, അങ്ങനെ പല വിഷയങ്ങളും ഇല്ലേ. അന്നേരം ഞങ്ങളെ സമ്മതം ഇല്ലാണ്ട് ഉമ്മ കല്യാണം കഴിച്ചിട്ട് ഈ വയസ്സാം കാലത്ത് ഇത് എന്തിൻ്റെ കേടാ എന്നൊക്കെയല്ലേ ചോദിക്കുക. നമുക്കും നാളെ വയസ്സാവും, നമ്മളും ഒറ്റപ്പെടും, നമ്മളും അതേ സാഹചര്യത്തിലാവും. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു കാര്യം. പിന്നെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അതായത് വിവാഹ ജീവിതം എല്ലാ അർത്ഥത്തിലും ഇവർക്കൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാവുക. അവർ കല്യാണം നടത്താൻ നമ്മൾ എതിര് നിൽക്കാതിരിക്കുക എന്നുള്ള ഒന്ന് പറയാൻ കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു മോൻ്റെ മൈൻഡ് മാറിയാൽ ഒരു ഉമ്മാക്കൊരു വിവാഹം ജീവിതം കിട്ടിയാൽ ഓരോരു പ്രാർത്ഥന എനിക്ക് ഉണ്ടാവുമല്ലോ. അത്രയും വേണ്ടു. പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നിങ്ങളെ ഇഷ്ടം, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ.